وأحن لي ألقاها وأقبل يمناها. أمي هي أحلى الحور يبدو في الوجه النور. أمي فرح وحبور وضياء يغشاها. أمي كم أهواها أشتاق لمرآها وأحن لألقاها وأقبل يمناها. فأدم أمي بأمان وسلام يا حنان ولترضى يا رحمن أكرمني برضاها. أمي كم ഒരു സംഭവ ചരിത്രകഥയാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു വല്ലാതൊരു സുഗന്ധ അതിനെ അനുഭവപ്പെട്ടു. വിനോട് ചോദിച്ചു, എവിടെ നിന്നാണ് ഈ മണം അടിച്ചു വീശുന്നത്?
ചിലർ കല്ല് ചുമക്കുന്നു, മറ്റു ചിലർ മണ്ണ് കൊണ്ടുവരുന്നു, ഒരു കൂട്ടം ജോലി ചെയ്യുന്നവർക്ക് ഭക്ഷണം പാകം ചെയ്യുന്നു. ഗർഭ പുതുക്കി പറഞ്ഞ അവസാന ഘട്ടത്തിലേക്ക് എത്തിയപ്പോഴല്ലേ കഥയുടെ ക്ലൈമാക്സ് വരുന്നത്. നേരത്തെ തന്നെ വെച്ചിരുന്ന അജിറുൽ അസ്വദ് അതിന്റെ യഥാസ്ഥാനത്ത് ആര് സ്ഥാപിക്കും? അവർക്കിടയിൽ വലിയൊരു തർക്കം വരുന്നത്. അങ്ങനെ ഓരോരുത്തരും ഞാൻ വെക്കാം ആരും വിട്ടുകൊടുക്കുന്നില്ല. തർക്കം വലിയൊരു തർക്കത്തിലേക്ക് മാറി. അവരിലുള്ള മുതിർന്ന ഒരാൾ അഭിപ്രായം മുന്നോട്ട് വെച്ചു. ഇനി ഗർഭയിലേക്ക് ആദ്യം വരുന്നയാളെ നമുക്ക് മധ്യസ്ഥാനാക്കാം. അദ്ദേഹം പറയുന്ന എന്ത് കാര്യവും നാം സ്വീകരിക്കണം. എല്ലാവരും സ്വീകരിച്ചു. ഇനി ഗർഭയിലേക്ക് ആര് വരുന്നതെന്ന് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്നു. എല്ലാവരും വഴിയോരത്തേക്ക് തന്നെ നോക്കി. പെട്ടെന്ന് ചുറുചുറുക്കുള്ള ഒരു ചെറുപ്പക്കാരൻ കടന്നു വരുന്നു. ആരതെ? എല്ലാവരും ആകാംക്ഷയോടെ അയാളെ തന്നെ നോക്കിയിരുന്നു. അടുത്തെത്തിയപ്പോയി അറിഞ്ഞത് ഇത് നമ്മുടെ അല്ലമീനാണല്ലോ. സമാധാനമായി. എല്ലാവരും അവരുടെ പ്രശ്നങ്ങൾ നബി തങ്ങളോട് തന്നെ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വിരിപ്പ് കൊണ്ടുവരാൻ പറഞ്ഞു. ആ വിരിപ്പ് നിലത്തി വിരിച്ചതിന് ശേഷം ഹജറുൽ അസ്വദ് ബഹുമാനപൂർവ്വം അതിലേക്ക് എടുത്തു വെച്ചു. ശേഷം ഓരോ ഗോത്രത്തിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുത്ത് ആ വിരിപ്പിന്റെ ഓരോ അറ്റവും പിടിക്കാൻ കൽപ്പിച്ചു. അങ്ങനെ നബിയുടെ തിരുക്കരങ്ങളെ കൊണ്ട് ഹജറുൽ അസ്വദ് അതിന്റെ യഥാസ്ഥാനത്ത് സ്ഥാപിക്കുകയും എല്ലാവർക്കും സന്തോഷമാവുകയും ചെയ്തു. നോക്കൂ കൂട്ടുകാരാ, എത്ര ചില പ്രശ്നങ്ങൾക്കും പരിഹാരം കൂടിയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ കൊച്ചു പ്രസംഗം തന്റെ ഇടയിൽ വലിയൊരു മൺപേട. ആ മൺപേടയെ തങ്ങളെ കണ്ടതോടെ എഞ്ചിന്റെ ശബ്ദം തുടങ്ങി. കണ്ണുനീരൊലിപ്പിച്ച് നബിയോട് പറഞ്ഞു, നബി, ഞാൻ പ്രസവിച്ച് 3 ദിവസമായിട്ടുള്ളൂ. മക്കൾക്ക് ഭക്ഷണം തേടി വന്നതാണ്. തങ്ങളെന്നെ രക്ഷപ്പെടുത്തിയാൽ. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മലമേടനോട് പറഞ്ഞു, ഈ മാൻ അയച്ചു വിടൂ, അത് അതിന്റെ കുട്ടികൾക്ക് പാലൂട്ടി തിരിച്ചു. മലമേടൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു, ഈ മാൻ തിരിച്ചു വരുന്നോ? എന്ത് വിഡിത്തമാണ് നിങ്ങൾ പറയുന്നത്? മലമേടൻ കുറച്ചു നിമിഷം ആലോചിച്ചു പറഞ്ഞു, അത് നിങ്ങൾ ജാമ്യം നിൽക്കുമോ? നബി തങ്ങൾ പറഞ്ഞു, ഞാൻ ജാമ്യം നിൽക്കാം. അപ്പോൾ മലമേടൻ പറഞ്ഞു, ആ മാൻ തിരിച്ചു വന്നില്ലെങ്കിൽ താങ്കളെ ഞാൻ അറുത്തുകളയും. നബി തങ്ങൾ പറഞ്ഞു, താങ്കൾക്ക് എന്തു വേണമെങ്കിലും ചെയ്യാം. ഉടൻ തന്നെ ആ മലമേടൻ ആ മാനെ അയച്ചു. മാൻ ഓടി പറഞ്ഞു, നിമിഷങ്ങൾ മാത്രം ബാക്കി. മലമേടന്റെ കണ്ടാരാ പുന്നാരയുടെ കടുത്തേക്ക് ചെല്ലുന്നു. അപ്പോൾ അത് ആ മാൻ ഓടി വരുന്നു. മലമേടൻ അമ്പരന്ന് പോയി. ഇത് എന്തൊരു അത്ഭുതമാണ്. മലമേടൻ നബി തങ്ങളോട് ചോദിച്ചു, താങ്കൾ ആരാണ്? നബി തങ്ങൾ പറഞ്ഞു, ഞാനാണ് അന്ത്യപ്രവാചകൻ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ കഥ ഇഷ്ടമായല്ലോ. എന്നാൽ ഞാൻ നിർത്തട്ടെ. തങ്ങളോട് കണ്ടിപ്പെട്ടു. ഉമ്മാമ ഒറ്റക്കല്ല, തലയിൽ ചുമടുമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മാമയുടെ അടുത്ത് ചെന്ന് ചോദിച്ചു, ഉമ്മാമ, ഞാൻ ഉമ്മാമയെ സഹായിക്കാം. ഉമ്മാമ ചുമട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഉമ്മാമയെ യാത്രയായി. പോകുന്നിടെ ഉമ്മാമ വിചാരിച്ചു, ഈ നാട്ടിൽ ഇങ്ങോട്ടൊരാളുണ്ടോ? അങ്ങനെ കുറേ ദൂരം നടന്നപ്പോൾ ഉമ്മാമയുടെ വീട്ടിലെത്തി. ചുമട് താഴെ വെച്ചു. ഉമ്മാമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, മോനെ, നിനക്ക് തരാൻ എൻ്റെ കയ്യിൽ ഒന്നുമില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അത് സാരിയില്ല ഉമ്മാമ. അപ്പോൾ ഉമ്മ പറഞ്ഞു, നിക്ക്, ഞാൻ ഒരു കാര്യം പറയാം. മക്കളിൽ മുഹമ്മദ് എന്ന ഒരു പ്രവാചകൻ ഇറങ്ങിയിട്ടുണ്ട്. അവന്റെ വകയിൽ നീ വിളിയരുത്. അപ്പോൾ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു പറഞ്ഞു, മോനെ ഉമ്മാമ, ഞാൻ ആരെയും വഴിതെറ്റിക്കാറില്ല. ഞാൻ എല്ലാവരും വഴി നേരാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് കേട്ട് ഉമ്മാമ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, മോനെ, നീ എന്നോട് ക്ഷമിക്കണം. എന്ന്
ഒരു ദിവസം മക്കയിൽ വലിയൊരു പ്രളയമുണ്ടായി. ദേവാലയത്തിന്റെ ചുമരുകൾക്ക് വലിയ കേടുപാടുകൾ പറ്റി. മക്കയിലെ പ്രമുഖരായ ഖുറൈശികളെല്ലാവരും ചേർന്ന് കഅബ പുതുക്കി പണിയാൻ തീരുമാനിച്ചു. അവർ ഒത്തൊരുമയോടെ പണി പൂർത്തിയാക്കി. പക്ഷേ ഒടുവിൽ ഒരു വലിയ കടമ്പുകൂടലെടുത്തു. കഅബയിലെ ഏറ്റവും പവിത്രമായ ഹജറുൽ അസ്വദ് അതിന്റെ സ്ഥാനത്ത് ആര് വെക്കും? ഞങ്ങളുടെ ഗോത്രത്തിനാണ് കൂടുതൽ അവകാശം എന്ന് ഒരു കൂട്ടർ വാദിച്ചു. അല്ല, ഞങ്ങളാണ് മക്കയിലെ പ്രമുഖർ, അത് ഞങ്ങൾ തന്നെ വെക്കും എന്ന് അടുത്ത കൂട്ടർ. തർക്കം മൂത്തു. അന്തരീക്ഷം വല്ലാതെ ചൂട് പിടിച്ചു. വാളുകൾ ഉറിയിൽ നിന്ന് പുറത്തെടുത്തു. ഗോത്രങ്ങൾ തമ്മിലുള്ള വലിയൊരു യുദ്ധത്തിന്റെ നിഴൽ മക്കയുടെ മുകളിൽ വീണു. അപ്പോഴാണ് അവിടെ ഉണ്ടായിരുന്ന പ്രായം ചെന്ന അബൂ ഉമയ്യ എന്നയാൾ ഒരു വഴി പറഞ്ഞത്. നമ്മൾ തമ്മിൽ തല്ലേണ്ടതില്ല. നാളെ നേരം പുലരുമ്പോൾ കഅബയുടെ കവാടത്തിലേക്ക് ആരാണ് ആദ്യം വരുന്നത് അയാൾ നടപ്പിലാക്കാം. ആ നിർദ്ദേശം എല്ലാവരും സമ്മതിച്ചു. പിറ്റേന്ന് രാവിലെ എല്ലാവരും കഞ്ചിമാരെ തന്നെ കഅബയുടെ കവാടത്തിലേക്ക് നോക്കി നിൽക്കുകയാണ്. ദാ ഒരു രൂപം നടന്നു വരുന്നു. കാരുണ്യം നിറഞ്ഞ കണ്ണുകൾ, പ്രശാന്തമായ മുഖം. മറ്റാരുമല്ല വരുന്നത്, നമ്മുടെ പ്രിയപ്പെട്ട മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് വരുന്നത്. കാര്യം ആദ്യമായിട്ട് 26ാമത്തെ ആയതിപ്പോൾ മെഹബൂബിലേക്ക് ഒരു സംശയം. ഈ സെക്കൻഡിൽ എങ്ങനെ ഇല്ലാതാക്കും എന്ന് അങ്ങനെ ഭടന്മാർ ഓടി വന്ന് രാജാവിനോട് പറഞ്ഞു, കൊട്ടാരപ്പുറത്ത് ഒരു പുലി. പുലിയോ? രാജാവ് ഉടവാൾ വലിച്ചൂരി പുലിക്ക് നേരെ നീങ്ങി. കൈ ശ്രമിക്കാൻ ഓടിച്ചു. പക്ഷെ പുലിയെ ഓടിക്കാൻ ശ്രമിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ കാട് കയറി. പുലി പെട്ടെന്ന് അപ്രചോദനമായി. മെഹ്മൂദ് ശീലം കാരണം മരിച്ചുവട്ടിയിൽ ഉറങ്ങാൻ പോയി. അങ്ങനെ സുഖമായി ഉറങ്ങി. അതേസമയം സുഹൃയുടെ കൊട്ടാരത്തിൽ മോഷണം നടന്നിരിക്കുന്നു. രാജാവ് കോപിതനായി. 3 ദിവസത്തിനകം കള്ളനെ നമുക്ക് മുമ്പിൽ ഹാജരാക്കുകയും ചെയ്യണം. അങ്ങനെ ഭടന്മാർ കള്ളനെ കണ്ടെത്താൻ പോയി. പക്ഷെ കിട്ടിയില്ല. അങ്ങനെ തല പോകുമെന്ന് കാട്ടിലേക്ക് കാടി കയറി. അപ്പോൾ അവിടെ ഒരു സാധനം കേൾക്കുന്നു കണ്ടു. ഒന്നുകൂടി ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ കള്ളനാണ് കരുതി എന്നതിനെ പിടിച്ചു കെട്ടി കൊട്ടാരത്തിലെത്തിച്ചു. ആരും അറിയാതെ വിചാരണ ചെയ്തു. രാജാവ് മെഹ്മൂദ് 2 കൈകളും വെട്ടിമാറ്റി. മെഹ്മൂദ് വേദന കൊണ്ട് മധുരമുലസിൽ ഖുർആൻ പാരായണം ചെയ്യുകയാണ്. ഉസ്താദ് ബോധരഹിതരായി വീണു. അപ്പോഴാണ് സുഹൈബ് മനസ്സിലായത് അത് മെഹ്മൂദ് ആണെന്ന്. മെഹ്മൂദ് വിവാഹം ചെയ്യുവാൻ ഭ്രാന്തി പുലർന്നിരിക്കുകയും വാശി പിടിക്കുകയും ചെയ്തു. അങ്ങനെ ദൂരെ ഉപ്പ രാജാവ് വിചാരിച്ചു. അപ്പോൾ അറിഞ്ഞത് രാജാവ് മെഹ്മൂദ് ഇസ്ലാം നമ്മെ കൃത്യമായി പഠിപ്പിക്കുന്നു. സത്യവിശ്വാസികൾ ഒരു കെട്ടിടത്തെ പോലെയാണെന്ന് അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. കെട്ടിടത്തിലെ ഇഷ്ടികകളെ താങ്ങി നിർത്തുന്നത് പോലെ തന്നെ സമൂഹത്തിൽ മനുഷ്യർ താങ്ങും തണലുമായി ജീവിക്കണമെന്ന് നമ്മെ
ചെയ്യുന്നവരെ നിങ്ങൾ ഒരിക്കൽ പോലും സഹായിക്കുന്നതിന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറയുന്നുണ്ടല്ലോ. ഈ ഖുർആനിലെ ആയതിന് ഇസ്ലാമിലെ കാഴ്ചപ്പാടിന്റെ അടിത്തറയാണെന്നാണ് പറയുന്നത്. ഒരു മുസ്ലിം തന്റെ കാലം നോക്കി മാത്രം ജീവിക്കേണ്ടവനല്ല, മറിച്ച് അയൽവാസികളുടെ വിഷമങ്ങളും സമൂഹത്തിന്റെ പ്രശ്നങ്ങളും സ്വന്തം പ്രശ്നങ്ങളെ പോലെ കാണേണ്ടവരാണ് ഒരു സമൂഹത്തിലെ ഒരു മനുഷ്യൻ എന്ന് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ടല്ലോ, തനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യമുണ്ടെങ്കിൽ അത് സമൂഹത്തിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുത്തുന്നതുവരെ ആ മനുഷ്യൻ ഒരു വിശ്വാസി പോലുമല്ല, അവൻ യഥാർത്ഥ വിശ്വാസിയല്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇന്ന് ഈ മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കങ്ങളാണ്. വർഗം നിറം ഭാഷ ദേശ എന്ന പേരിൽ, വർഗം നിറം ഭാഷ ദേശ എന്ന പേരിൽ വേർതിരിക്കാനോ അല്ല, വേർതിരിക്കാനോ അല്ല, അത് തിരിച്ചറിയാനുള്ളതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. സമൂഹത്തിലെ ഏറ്റവും നല്ലവനാണെന്നുണ്ടെങ്കിൽ ഒരു മനുഷ്യൻ സമൂഹത്തിലെ എല്ലാവർക്കും ഉപകാരപ്പെടുന്നവനാണെന്നുണ്ടെങ്കിൽ അവനായിരിക്കും ഈ ലോകത്തിലെ ഏറ്റവും നല്ലവനെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ ഖുർആനിൽ പറയുകയാണ്. ഓരോരുത്തരും അവരവരുടെ മനസ്സിനോട് ചോദിക്കൂ, ഞാൻ ഈ ലോകത്തിലെ ഏറ്റവും നല്ലവനായിരിക്കോ അല്ലയോ എന്ന് അവരുടെ മനസ്സിനോട് ചോദിക്കൂ. എന്ന വാക്കുകൾ വിരാമം കൊടുക്കുന്നു. അൽഹംദുലില്ലാഹ്. ഉത്തരവാദിത്തമല്ല, നാം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. അതിനാൽ നാം ഓരോരുത്തരും സ്വന്തം വീടും പരിസരവും വൃത്തിയാക്കണം. കോളേജുകളിലും വിദ്യാലയങ്ങളിലും പൊതുസ്ഥലങ്ങളിലും മാലിന്യങ്ങൾ വലിച്ചെറിയുന്ന അവസ്ഥയാണ് നാം ഇപ്പോൾ കാണുന്നത്. അതിനാൽ വരും തലമുറയ്ക്ക് മനോഹരമായ ഒരു കേരളം നാം കൈകോർത്തുണ്ടാക്കണം. എന്റെ മാലിന്യം എന്റെ ഉത്തരവാദിത്തം എന്ന ബോധം നമുക്ക് ഓരോരുത്തരും വളർത്തിയെടുക്കാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. തങ്ങളുടെ മുഖത്തേക്ക് ആണിത്തറച്ച ചെരുപ്പെടുത്ത് ആഞ്ഞടിച്ചു. അടിയുടെ തങ്ങൾ ബോധം കെട്ട് വീണു. വിശ്വാസത്തിന്റെ വെളിച്ചം ജ്വലിച്ചു നിൽക്കുന്ന ആ സുന്ദരമായ മുഖം വികൃതമായി. എല്ലാവരും മരിച്ചു പോയെന്ന് കരുതി ഉറ്റവർ തങ്ങളെടുത്ത് വീട്ടിലേക്ക് കൊണ്ടുപോയി. അവിടുന്ന് ഉമ്മയും ഉപ്പയും ഒക്കെ വിളിച്ചു നോക്കി, വിളി കേൾക്കുന്നേയില്ല. കുറെ നേരമായപ്പോൾ ബോധം വന്നു. അപ്പോൾ ഉടനെ ചോദിച്ചു, എന്റെ ഹബീബിവിടെ? എന്റെ ഹബീബിന് എന്തു പറ്റി? വേജാറോടെ നോക്കി നിൽക്കുന്ന കുടുംബക്കാർക്ക് ഡോക്ടറെ രക്ഷിച്ചില്ല. അവർ പറഞ്ഞു, ആദ്യം നീ ഭക്ഷണം കഴിക്ക്, ബാക്കിയൊക്കെ പിന്നെ നോക്കാം. അവർ പലരും പറഞ്ഞു നോക്കി, പക്ഷെ മഹാൻ സമ്മതിച്ചില്ല. ഇല്ല, എന്റെ ഹബീബിനെ കാണാൻ ഞാൻ ഭക്ഷണം കഴിക്കില്ല. അങ്ങനെ അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദാറുൽ അർഖമിൽ സുരക്ഷിതമായി ഉണ്ടെന്നറിഞ്ഞ വിവരം കിട്ടിയതോടെ അവർ തങ്ങളെ അവിടേക്ക് കൊണ്ടുപോയി. സിദ്ദീഖ് തങ്ങളുടെ വികൃതമായ മുഖം കണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാരിപ്പുണർന്നുകൊണ്ട് അവിടുന്ന് കാര്യങ്ങൾ അന്വേഷിച്ചു. അപ്പോൾ മഹാൻ പറഞ്ഞു, നബിയെ, എനിക്ക് ചെറിയ മുറിവ് മാത്രമേ ഉള്ളൂ, അങ്ങേക്ക് എന്തെങ്കിലും പറ്റിയോ? അതായിരുന്നു അപ്പോഴും മഹാന്റെ ചോദ്യം. നോക്കൂ കൂട്ടുകാരെ, സ്നേഹത്തിന്റെ കിതാബിൽ മറ്റാർക്കും എഴുതി ചേർക്കാനാവാത്ത വിധം അതിന് ചേർന്നതാണ് ഹബീബിന്റെയും മെഹബൂബിന്റെയും
എന്നാൽ സുഹൃത്തുക്കളെ ഓർക്കുക, നമ്മുടെ അശ്രദ്ധയുടെ കുപ്പത്തൊട്ടിയാകാൻ ഇനിയും എത്ര കാലം ഈ പുണ്യഭൂമിയെ നാം വിട്ടുകൊടുക്കും? നാം കൊന്നു തള്ളുന്ന പുഴകളും നാം നശിപ്പിക്കുന്ന മണ്ണും വരും തലമുറയ്ക്ക് നമ്മൾ നൽകുന്ന മരണ വാറണ്ടാണ്. പലപ്പോഴും നാം വിരൽചൂണ്ടുന്നത് അധികാരികൾക്കും ഭരണകൂടങ്ങൾക്കും നേരെയാണ്. ഹരിതകർമ്മ സേനയുടെയും ശുചീകരണ തൊഴിലാളികളുടെയും ഉത്തരവാദിത്തമാണ് എന്റെ മണ്ണ് വൃത്തിയാക്കലെന്ന് നാം അംഗീകരിക്കുന്നത്. എന്നാൽ ഇവിടെയാണ് ഞാൻ എന്റെ ചോദ്യം ചോദിക്കുന്നത്. മാലിന്യം സൃഷ്ടിക്കാനും അത് പൊതുവഴി വലിച്ചെറിയാനും എനിക്ക് അവകാശമുണ്ടെങ്കിൽ അത് വൃത്തിയാക്കാൻ സർക്കാരിന് മാത്രമേ ബാധ്യതയുള്ളൂ എന്ന് വിശ്വസിക്കാൻ മാത്രം വിട്ടിയാണോ നമ്മൾ? അല്ലെങ്കിൽ സ്വന്തം വീട്ടിലെ മാലിന്യം സ്വന്തം ഉത്തരവാദിത്തമാണെന്ന് തിരിച്ചറിയാത്ത പോലെ എങ്ങനെയാണ് ഒരു പരിഷ്കൃത സമൂഹത്തിലെ അംഗമാവുന്നത്? മാറ്റത്തിന്റെ തുടക്കം. മാലിന്യമുക്ത കേരളം എന്നത് ഒരു സർക്കാർ പദ്ധതിയല്ല, അതൊരു സംസ്കാരമാണ്. പഞ്ചായത്തോ വില്ലേജോ അല്ല മുൻകൈയെടുക്കേണ്ടത്, മറിച്ച് ഞാൻ എന്ന വ്യക്തിയാണ്. എന്റെ കയ്യിലുള്ള ഒരു മിഠായി തോൽ പോലും ഈ മണ്ണിൽ വിടന്ന് ഉറപ്പിക്കാൻ എനിക്ക് സാധിക്കുമെങ്കിൽ അവിടെ തുടങ്ങുന്നു നവകേരളത്തിന്റെ ഉദയം. സ്കൂൾ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഈ പോരാട്ടത്തിൽ മുന്നിലെ പോരാളികളാണ്. വഴിയിൽ മാലിന്യം വലിച്ചെറിയുന്നവരെ നോക്കി ഇത് തെറ്റാണ് എന്ന് വിരൽ ചൂണ്ടി പറയാൻ നാം ഓരോരുത്തർക്കും ആർജവമുണ്ടാകണം. പ്രിയപ്പെട്ടവരെ, വാക്കുകൾ കൊണ്ട് കോട്ടയാക്കി കാര്യമില്ല, പ്രവൃത്തിയാണ് ആവശ്യം. കേരളം മാലിന്യമുക്തമാകണമെങ്കിൽ ആദ്യം നമ്മുടെ മനോഭാവമാണ് ശുചീകരിക്കപ്പെടേണ്ടത്. അധികാരികൾ വഴികാട്ടട്ടെ, ഹരിതകർമ്മസേന സഹായിക്കട്ടെ, പക്ഷേ മുൻകൈയെടുക്കേണ്ടത് നമ്മളാണ്, ഞാൻ തന്നെയാണ്. വൃത്തിയുള്ള കേരളം നമ്മുടെ അവകാശമല്ല, വരും തലമുറയോടുള്ള നമ്മുടെ കടമയാണ്. ആ കടമ നിറവേറ്റാൻ ഇന്നു മുതൽ, ഈ നിമിഷം മുതൽ നമുക്ക് പ്രതിജ്ഞ ചെയ്യാം. അസ്സലാമു അലൈക്കും. SSF സാഹിത്യോത്സവിലെ ഈ വേദി ചില സുപ്രധാന വിഷയങ്ങൾ നമുക്ക് സംവദിക്കാം. ദൈവത്തിന്റെ സ്വന്തം നാടെന്ന സുന്ദരമായ വിശേഷണത്തിൽ അഭിരമിക്കുമ്പോഴും നമ്മുടെ മൂക്കിലേക്ക് അടിച്ചു കയറുന്ന അഴുകിയ മാലിന്യത്തിന്റെ ദുർഗന്ധം നാം അറിയുന്നുണ്ടോ? പച്ചപ്പും പട്ടുടുപ്പും പുതച്ച നമ്മുടെ കേരളം ഇന്ന് പ്ലാസ്റ്റിക്കിന്റെയും അവശിഷ്ടങ്ങളുടെയും കഫൻകുട പുതച്ച് ശ്വാസം മുട്ടുകയാണ്. ഇവിടെ ഉയരുന്ന ഏറ്റവും വലിയ ചോദ്യം ഇതാണ്: ഈ മാലിന്യ കൂമ്പാരത്തിൽ നിന്ന് എന്റെ നാടിനെ രക്ഷിക്കാൻ ആര് മുൻകൈയെടുക്കും? നാം വികസനത്തെ കുറിച്ച് വാചാലരാകുന്നു, പക്ഷേ നമ്മുടെ വികസനം അവസാനിക്കുന്നത് വഴിവാണിപ്പങ്ങളിലും പുഴയോരങ്ങളിലും നാം വലിച്ചെറിയുന്ന കറുത്ത പ്ലാസ്റ്റിക് കവറുകളിലാണ്. വീടിനുള്ളിലെ ചപ്പുചവറുകൾ അയൽക്കാരന്റെ പറമ്പിലേക്കോ പൊതുനിരത്തിലേക്കോ വലിച്ചെറിയുമ്പോൾ നാം വിശ്വസിക്കുന്നത് നമ്മൾ ശുദ്ധരാണെന്നാണ്. എന്നാൽ സുഹൃത്തുക്കളെ ഓർക്കുക, നമ്മുടെ അശ്രദ്ധയുടെ കുപ്പത്തൊട്ടിയാകാൻ ഇനിയും എത്ര കാലം ഈ പുണ്യഭൂമിയെ നാം വിട്ടുകൊടുക്കും? നാം കൊന്നു തള്ളുന്ന പുഴകളും നാം നശിപ്പിക്കുന്ന മണ്ണും വരും തലമുറയ്ക്ക് പെയ്ത മഴയായി അതിലാഴ്ന്ന വേരുമരമായി സുൽത്താനുൽ ഉലമ വരമായി മുസ്ലിം ജമാഅത്തണവായി നന്മഴകായി വെൺമുകിലായി കേരള യാത്രയിതാ നന്മഴകായി വെൺമുകിലായി കേരള യാത്രയിതാ. മാനമാരവം അണയുവാൻ തീരസാഗരം കൂരിരുൾക്കാരിരുമ്പിനാലയം തേത്തരാൻ ഹൃദയമാഗതം കൈപ്പിടിച്ചഭയം പുഞ്ചിരിച്ചതരം നെഞ്ചിലൂറുന്ന സാഞ്ചരീത മഴയായി അതിലാഴ്ന്ന വേരുമരമായി സുൽത്താനുൽ ഉലമ വരമായി മുസ്ലിം ജമാഅത്തണവായി നന്മഴകായി വെൺമുകിലായി കേരള യാത്രയിതാ നന്മഴകായി വെൺമുകിലായി കേരള യാത്രയിതാ. നേരരുൾ വാണയാനമാരവം അണയുവാൻ തീരസാഗരം കൂരി
കൂരിരുൾക്കാരിരുമ്പിനാലയം തേൻ ഹൃദയമാഗതം കൈപ്പിടിച്ചഭയം പുഞ്ചിരിച്ചതരമഴയായ സഞ്ചയാഴ്ന്ന വേരുമരമായി സുൽത്താനുലമരമായി മുസ്ലിം ജമാഅത്തടവായി നന്മഴകായി വെൺമുകിലായി കേരള യാത്രയിതാ നന്മഴകായി വെൺമുകിലായി കേരള യാത്രയിതാ നേരരുൾ വാണയാനമാരവം അണയുവാൻ തീരസാഗരം കൂരിരുൾക്കാരിരുമ്പിനാലയം തേൻ ഹൃദയമാഗതം കൈപ്പിടിച്ചഭയം പുഞ്ചിരിച്ചതരം നെഞ്ചിലൂറുമേതമഴയായി അതിലാഴ്ന്ന വേരുമരമായി സുൽത്താനുലമരമായി മുസ്ലിം ജമാഅത്തണവായി നന്മഴകായി വെൺമുകിലായി കേരള യാത്രയിതാ നന്മഴകായി വെൺമുകിലായി കേരള യാത്രയിതാ നേരരുൾ വാണയാനമാരവം അണയുവാൻ തീരസാഗരം കൂരിരുൾക്കാരിരുമ്പിനാലയം തേൻ ഹൃദയമാഗതം കൈപ്പിടിച്ചഭയം പുഞ്ചിരിച്ചതരം നെഞ്ചിലൂറുന്ന സഞ്ചയമഴയായി അതിലാഴ്ന്ന വേരുമരമായി സുൽത്താനുലമരമായി മുസ്ലിം ജമാഅത്തണവായി നന്മഴകായി വെൺമുകിലായി കേരള യാത്രയിതാ നന്മഴകായി വെൺമുകിലായി കേരള യാത്രയിതാ വാട്ടർ കളർ മത്സരങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. നേരരുൾ വാണയാനമാരവം അണയുവാൻ തീരസാഗരം കൂരിരുൾക്കാരിരുമ്പിനാലയം തേൻ ഹൃദയമാഗതം കൈപ്പിടിച്ചഭയം പുഞ്ചിരിച്ചതരം നെഞ്ചിലൂറുന്ന സഞ്ചയം ഇവളണിയും പൊന്നല്ലേ കനവുണരും ദിനമല്ലേ മുഞ്ചത്തി പെണ്ണിൻ നിൻ മനം പെണ്ണഴകിനു മിഴിവേകി എന്നെന്നും മിന്നില്ലേ മാറ്റേറും പൊന്നിൻ താരമേ City Gold, Gold and Diamonds. വീടായാലും ഇൻഡസ്ട്രിയലായാലും ബിസിനസ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ മതപരമായ സ്ഥാപനങ്ങളോ ആണെങ്കിലും വയറിംഗ് വർക്കുകൾ HT LT കണക്ഷൻ എന്നിവയ്ക്ക് ഗവൺമെന്റ് ലൈസൻസ്ഡ് ഇലക്ട്രിക്കൽ കോൺട്രാക്ടറായ പള്ളങ്ങോട് ഇലക്ട്രിക്കൽ വർക്സിനെ തന്നെ ഏൽപ്പിക്കണം. പണി കമ്മിറ്റ് ചെയ്ത സമയത്ത് തന്നെ തീർത്തു തരും. കൂടാതെ നിങ്ങളുടെ സ്ഥാപനത്തിൽ അനുമതിയില്ലാതെ ജനറേറ്റർ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ പള്ളങ്ങോട് ഇലക്ട്രിക്കൽ വർക്സിനെ ഏൽപ്പിച്ചോളൂ. എല്ലാവിധ പേപ്പർ വർക്കുകൾ സഹിതം ഉത്തരവാദിത്തത്തോടെ തന്നെ വർക്ക് പൂർത്തിയാക്കാം. കോൺടാക്ട് ചെയ്യൂ 9496 200 200 9496